ഹലോ കൂട്ടുകാരെ, നമ്മൾ +1 കെമിസ്ട്രി ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് വുഡ്സ് റിയാക്ഷൻ ആണ്. എക്സാമ്പിൾ കൊടുക്കാനാണ്. വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ മെറ്റാലിക് സോഡിയം അതുപോലെ തന്നെ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൻസ് കിട്ടുന്നതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡ്സിനെ മെറ്റാലിക് സോഡിയവും അതുപോലെ തന്നെ ഡൈ ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൻസ് കിട്ടുന്നതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ 2CH3Br + 2Na ഗീവ്സ് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ നമുക്ക് ആൽക്കെയിൻ ആണ് കിട്ടുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH3 ഈഥെയിൻ കിട്ടും. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ കണ്ടാൽ ഓർത്തോളുക കിട്ടുന്ന ആൽക്കെയിൻസ് ആണ്. അതാണ് വുഡ്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഈ Br എന്നെയും കൂടെ ചേർന്ന് അവരങ്ങ് പോവും. ബാക്കി പിന്നെ CH3 രണ്ടെണ്ണം ഇവിടെ ഉണ്ട്, അത് ആൽക്കെയിനായി മാറും. CH3 സിംഗിൾ ബോണ്ട് CH3 ഈഥെയിൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡ്രോ ദി ന്യൂമാൻ പ്രൊജക്ഷൻസ് ഫോർ ദി സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയിൻ. ഈഥെയിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻസ് ആണ് വരയ്ക്കാനുള്ളത്. സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുന്ന 2 സർക്കിൾ വരയ്ക്കുക. ഈഥെയിൻ ഗ്രൂപ്പാണ്. CH3 സിംഗിൾ ബോണ്ട് CH3 ഈഥെയിൻ എന്ന് വരുന്നത്. അപ്പം അതിൽ സ്റ്റാഗേർഡും ഉണ്ട് എക്ലിപ്സ്ഡും ഉണ്ട്. സ്റ്റാഗേർഡ് കൺഫർമേഷനും വരയ്ക്കണം, എക്ലിപ്സ്ഡ് കൺഫർമേഷനും വരയ്ക്കണം. സ്റ്റാഗേർഡും വരയ്ക്കണം, അതുപോലെ തന്നെ എക്ലിപ്സ്ഡ് കൺഫർമേഷനും വരയ്ക്കണം. എക്ലിപ്സ്ഡ് ഓക്കെ, വരയ്ക്കാം. അപ്പം എങ്ങനെ വരും സ്റ്റാഗേർഡ്? ഇങ്ങനെ വരയ്ക്കുക. എല്ലാ ഹൈഡ്രജനെ ഇട്ട് കൊടുക്കുക. ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ. പിന്നെ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. ഇതാണ് ന്യൂമാൻ്റെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇനി എക്ലിപ്സ്ഡ് വരുമ്പോഴോ ഇങ്ങനെ വരയ്ക്കുക. ആദ്യം ആക്കിയ ഹൈഡ്രജൻസിനെ ഇവിടെ ഇട്ട് കൊടുക്കുക. കുറേയിലുള്ള കാർബൺ ആറ്റങ്ങളിലുള്ള ഇവിടെ ആണ് അടുത്തടുത്തിരിക്കും എക്ലിപ്സ്ഡിനകത്ത്. ഇപ്പോൾ ഇതിൽ ഏത് കൺഫർമേഷനാണ് മോർ സ്റ്റേബിൾ? സ്റ്റാഗേർഡ് കൺഫർമേഷനാണ് മോർ സ്റ്റേബിൾ. Staggered conformation is stable than eclipsed form due to the minimum repulsive forces between electron clouds of CH bonds. CH bonds തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് അവിടെ കുറവാണ്. അതുകൊണ്ടാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എക്ലിപ്സ്ഡിനേക്കാളും സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം. സ്റ്റാഗേർഡ് കൺഫർമേഷൻ is stable than eclipsed form due to the minimum repulsive forces between the electron clouds of CH bonds. ഈഥെയിൻ്റെ സോഹോയ്സ് പ്രൊജക്ഷൻ വരച്ചാലോ? സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡും സോഹോയ്സ് പ്രൊജക്ഷൻ. സോഹോയ്സ് പ്രൊജക്ഷൻ ഇതിൻ്റെ സോഹോയ്സ് പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കുന്നത്? ഇതാണ് എക്ലിപ്സ്ഡ് ഹൈഡ്രജൻ. 3 കാല് ഫ്രണ്ടിൽ, 3 കാല് ബാക്കിൽ. ഇതാണ് എക്ലിപ്സ്ഡ്. ഓക്കെ, ഇത് എക്ലിപ്സ്ഡ് സോഹോയ്സ് പ്രൊജക്ഷൻ്റെ എക്ലിപ്സ്ഡ് ഫോമാണിത്. ഇനി സ്റ്റാഗേർഡ് ആണെങ്കിൽ ഒരെണ്ണം തലതിരിഞ്ഞ് വരും. ഇത് ഫ്രണ്ടിലത്തെ അതുപോലെ വരയ്ക്കുക, ബാക്കിലത്തെ തലതിരിഞ്ഞ് വരും. മുകളിലോട്ട് 2 എണ്ണം, താഴോട്ട് വരും. ഇതാണ് സ്റ്റാഗേർഡ് ഫോം. അതിൽ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ഇതാണ് സ്റ്റാഗേർഡ് ഫോം. സ്റ്റാഗേർഡ് ഫോമാണ് മോർ സ്റ്റേബിൾ, കാരണം ഡ്യൂ ടു ദി മിനിമം റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഓഫ് CH ബോൺസ്. ബ്യൂട്ട് 2 സിസ് ട്രാൻസ് ഐസോമേഴ്സ് വരയ്ക്കാനാണ്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട്
CH സിംഗിൾ ബോണ്ട് CH3. ഇതാണ് ബ്യൂട്ട് 2E എന്ന് പറയുന്നത്. സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നതാണ് ബ്യൂട്ട് 2E-ന്. ഇനി നമുക്ക് അതിൻ്റെ സിസും ട്രാൻസും വരയ്ക്കാം. C ഡബിൾ ബോണ്ട് C ആദ്യം വരയ്ക്കാം. എന്നിട്ട് ഒരുപോലത്തെ ഉള്ള ആൾക്കാർ ഒരേ സൈഡിൽ വരണം. അപ്പോൾ CH3 ഇവിടെ സിംഗിൾ ബോണ്ട് CH3, ഇവിടെ H, ഇവിടെ H. അപ്പം എന്താ, ഒരേ സൈഡിൽ ഒരുപോലത്തെ ആൾക്കാർ ഒരേ പൊസിഷനിൽ ഒരേ സൈഡിൽ വന്നുകൊണ്ട് അവരെ നമ്മൾ സിസ് ഐസോമേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് സിസ്, പേര് വരുമ്പോഴത്തേക്ക് സിസ് ബ്യൂട്ട് 2E എന്ന് വരും. സിസ് ബ്യൂട്ട് 2E എന്ന് വരും. സിസ് ബ്യൂട്ട് 2E. ഇനി ട്രാൻസ് ആണ് എങ്ങനെ വരും? ഈ CH3 ഗ്രൂപ്പ് ഡിഫറെൻറ്റ് പൊസിഷൻ, ഡിഫറെൻറ്റ് സൈഡിലായിട്ട് വരും. അപ്പം എങ്ങനെ എഴുതാം? C ഡബിൾ ബോണ്ട് 3, CH3 ഇങ്ങോട്ട്, CH3 ഇവിടെ ഡിഫറെൻറ്റ് സൈഡിലായിരിക്കും വരുന്നത് ഒരുപോലത്തെ ആൾക്കാർ. പിന്നെ ഹൈഡ്രജൻ, അതും ഡിഫറെൻറ്റ് സൈഡിലല്ലേ. അപ്പോൾ ഇവയാണ് ട്രാൻസ് ഐസോമേഴ്സ്. ഇതിൻ്റെ പേരെങ്ങനെയാണ്? ട്രാൻസ് ബ്യൂട്ട് 2E എന്ന് വരും. ട്രാൻസ് ബ്യൂട്ട് 2E എന്ന് വരും. അപ്പോൾ സിസും ട്രാൻസും വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒരുപോലത്തെ ആൾക്കാർ ഒരേ സൈഡിൽ തന്നെ ഇരുത്തുന്നതിനാണ് നമ്മൾ സിസ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അവരെ ഡിഫറെൻറ്റ് സൈഡിൽ ഇരുത്തുവാണെങ്കിൽ അവരെ നമ്മൾ ട്രാൻസ് എന്ന് വരും. അവരുടെ പേരിൻ്റെ കൂടെ സിസ് ചേർത്ത് എഴുതുക, ട്രാൻസ് ചേർത്ത് എഴുതുക. അതാണ് അവരുടെ നെയിം. സിസ് ബ്യൂട്ട് 2E-നും ട്രാൻസ് ബ്യൂട്ട് 2E-നും. ഇവർ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക് യു.